ആ ചീനച്ചട്ടി വെച്ചു. ഇച്ചിരി നെയ്യും എണ്ണയും കൂടെ ചേർത്തു. സൺഫ്ലവർ ഓയിൽ. അതിനകത്ത് നമ്മൾ ജീരകം, കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ ജീരകമാണ് കടുക് വറുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഇച്ചിരി ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി. ഇത് രാവിലെ വെള്ളക്കടല നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മളത് സലാഡ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളക്കടലയും ഇച്ചിരി അതിൻ്റെ ഗ്രേവിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ട, തന്നെയല്ല അതിലേക്ക് കൂട്ടിനുള്ള കറിയാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം, അപ്പം നമ്മുടെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കഷ്ണം തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പൂൾ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരുമ്മിയ തേങ്ങ ഇല്ലായിരുന്നതുകൊണ്ട് പൂളെടുത്തു. പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും 1.5 ടൊമാറ്റോ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് 1.5 ടൊമാറ്റോയും കൂടി എടുത്തു. അത് ആദ്യം തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചിട്ടാണ് ടൊമാറ്റോ അത് ചേർത്ത് അരച്ചത്. അതിനിടെ ഞാനിവിടെ ഉപ്പ് ചേർത്തു സവോളയ്ക്കകത്ത്. കാരണം സവോള നന്നായിട്ട് വഴരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്തത്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് പൊടികൾ ചേർത്തു. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം 1-1.5 സ്പൂൺ, 1-1.5 സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിന്. മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി. അത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഞാൻ ഈ അരച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ അതിനകത്തോട്ട് ചേർത്തു. ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയൊന്ന് അതൊന്ന് നന്നായിട്ട് വഴറണം. നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ചുവന്ന കളറിൽ വന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിയുന്ന പോലെ ആയാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതാരും പഠിപ്പിച്ച ഡിഷല്ല, ഇതെൻ്റെ ഓൺ ഡിഷാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. എപ്പോഴും ചന മസാല, ചന കൊലാപ്പുരി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി തിരുന്നത് ഭേദം ചിലപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഓൺ സ്റ്റൈൽ, അതാണിത്. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു. ചൂട് പോരായിരുന്നു, ഇച്ചിരി നല്ലതായിട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് എനിക്ക് മിക്സി കഴുകി അങ്ങ് ഒഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴും ചെറിയ ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും അത് വെറുതെ ഒന്ന് കീറിയതുള്ളത് ആർക്കെങ്കിലും എരിവ് കടിക്കണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചനയുടെ വെള്ളവും ഇച്ചിരി ചന ഉണ്ടായിരുന്നതും കൂടെ ഒന്ന് കൈവച്ചൊന്ന് അമക്കി ഒന്ന് സ്മാഷ് ചെയ്തു. എന്നിട്ട് അത് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ഉപ്പ് വേണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടു. അപ്പം എനിക്ക് തോന്നി ഒരു തരി ഗരം മസാലയല്ലേ നമ്മൾ ഇട്ടുള്ളൂ, വേറെ മസാലകളൊന്നും ഇട്ടല്ലേ. ഒരു കിച്ചൺ കിങ്, എവറസ്റ്റിൻ്റെ കിച്ചൺ കിങ് മസാല കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതും കൂടി നമ്മുടെ വീട്ടിലുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടേസ്റ്റാണ്. അപ്പം ഞാൻ അതൊരു ഒരു ഫ്രൈനതും കൂടെ ചേർത്തു അടച്ചു വെച്ചു. പിന്നെ അത്രയേ ഉള്ളൂ.